രണ്ട് വീണയും കൂടി ഉണ്ടല്ലോ, അതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പൊളിക്കും. അതിൽ ഗുണാഫ തേക്കണം, അല്ലെങ്കിൽ ബീർ ഒഴിക്കണം. ബീർ ഒഴിക്കണമെങ്കിൽ പൊളി. ബീർ ഒഴിച്ചിട്ട് ഗുണാഫ വീണ വായിച്ചു വെക്ക്, പൊളിക്കും. പൊള്ളൂല്ല. വീണയമേ ബീർ ഒഴിച്ചിട്ട് വീണ വായിക്കണം, പൊളിക്കും. സംഗീത ടീച്ചറാണോ? അവൾ നല്ല പോലെ വായിക്കും. ആണോ? നല്ല കാര്യമല്ലേ. നല്ല പോലെ വായിക്കാൻ പറ്റിയ വൈഫിനെ കിട്ടിയെങ്കിൽ പിന്നെ ഇതിനായിട്ട് വേറെ ഒത്തിരി കൂടെ പോയിട്ട് വീണ വായിക്കാൻ പറയുന്നേ. ഒട്ടുമിക്ക ആണുങ്ങൾക്ക് സ്വന്തം വൈഫ് ചെയ്ത് കൊടുക്കാത്തതാണ് ഈ വീണ വായന. അതുകൊണ്ടാണ് ഇവർ വീണ വായനയുടെ സുഖം അറിയാൻ വേണ്ടിയാണ് മറ്റുള്ള ലേഡീസിൻ്റെ അടുത്ത് പോണത്. ഓരോരുത്തരുടെ ഭാര്യമാരും ഓരോരുത്തരുടെ ഭർത്താക്കന്മാർ സമ്മതിക്കാത്തതാണ് മറ്റുള്ള ലേഡീസിൻ്റെ അടുത്ത് പോണത്. അവരുടെ ഭാര്യമാർ അവർക്ക് നല്ല സംതൃപ്തി കൊടുക്കുകയാണെങ്കിൽ ഒരാണുങ്ങളും ഒരു ലേഡിയുടെ അടുത്തും പോവില്ല. ഓക്കെ, നിങ്ങളുടെ ഭാര്യമാർക്ക് അതിനുള്ളതില്ല, പിന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അതിനുള്ളതില്ല. ആണത്തോല്ല പെണ്ണത്തോല്ല. അതുകൊണ്ടാണ് അവന്മാരും വേറെ പോണത്, വേറെ സുഖത്തിന് വേണ്ടി പോണത്. ഓക്കെ, അവൾ വായിക്കും വേറെ ആളുടേത്. അത് നിങ്ങളുടെ സാധനം കൊള്ളില്ല എന്നിട്ടായിരിക്കും. നിങ്ങളുടെ സാധനങ്ങൾ അവൾക്ക് താല്പര്യം ഉണ്ടാവില്ല. നിങ്ങളെക്കാളും സാധനം അതിനേക്കാളും ഡബിൾ വലുത് കിട്ടിയിട്ടുണ്ടോ വൈഫിന്, അതായിരിക്കും വേറൊരുത്തന്നെ വായിച്ചു കൊടുക്കുന്നത്. മനസ്സിലായോ? നിങ്ങളെ കൊള്ളിലാഞ്ഞിട്ടാണ് അവള് വേറൊരുത്തരുടെ വീണ വായിക്കുന്നേ. അത് ശരിക്കും ഒന്ന് നോക്കിയാൽ മതി. വൃത്തിക്ക് കൊണ്ടുപോയി നടന്നാൽ മതി വീണയൊക്കെ. നല്ലപോലെ വൃത്തിക്കുണ്ട്. നല്ലപോലെ എന്താ പറയാ, ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് എപ്പോഴും നമ്മുടെ താഴ്ഭാഗവും കശമൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട്, എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. ഐ മീൻസ് 2-3 ദിവസമൊക്കെ ഓക്കെ, കുത്തൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, അതുകൊണ്ട് കാട് പോലെ വളർത്തി കഴിഞ്ഞാൽ ഒരു ലേഡീസിന് അവിടെ ഒന്നും ചെയ്യാൻ തോന്നില്ല. അവിടെ വീണയല്ല വായിക്കാൻ തോന്നുക, തിളച്ച വെളിച്ചെണ്ണ പോലും ഒഴിക്കും. സംഗീതം പഠിക്കണമെന്നുള്ള മോനവുമായി എത്തിയത് ചേച്ചിയുടെ അടുത്ത്. ദക്ഷിണ വെക്കാൻ പറഞ്ഞു, ക്ലാസ് തുടങ്ങി. അതാ പറഞ്ഞാണ്. അല്ല, ഞാൻ പറഞ്ഞത് കറക്റ്റാണോ? ഒരാണായാലും പെണ്ണായാലും നമ്മളുടെ ബോഡി ആണെങ്കിലും എന്തുവാണെങ്കിലും നമ്മളത് വൃത്തിയായിട്ട് ക്ലീനായിട്ട് കൊണ്ടുപോയി നടക്കണം. അല്ലെങ്കിൽ പെണ്ണുങ്ങളും മടുക്കും, വെറുക്കും. അതിൽ ആണുങ്ങൾക്ക് ഒരു ബുദ്ധി ഉണ്ടാവില്ല, ഒന്നും ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ ശരീരം നീറ്റായി നോക്കിയേ. ഞാൻ അങ്ങനെയാണ്. എൻ്റെ വൈഫിനെ ചേച്ചിക്ക് ഇഷ്ടമാണ്. ഞാൻ അങ്ങനെയാ.